അങ്ങനെ മുക്കുയിന്ന് പാസും വാങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമുള്ള സമയത്ത് ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഫീലാണ്. നമ്മുടെ മുൻപേ സഞ്ചരിച്ച സ്വാമിമാരൊക്കെ പതുക്കെ പോകുന്നു. അപ്പം തമിഴ്നാട് സ്വാമിമാരാണെങ്കിലോ അവർ ശരം വിട്ട പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് തന്നെയായിട്ട് അതിനൊക്കെ ഒരു കാരണക്കാരനായിട്ട് നിൽക്കുന്നത്. എന്താണ് മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്കെന്ന് വെച്ചാൽ പഴയ കാലത്തില്ല കണ്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടില്ല അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ട്, അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് പോകുന്ന സമയത്ത് ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനിടയായി. ഒപ്പം തന്നെ ഏർമാടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് രാത്രി സമയത്ത്. അല്ലെങ്കിൽ പല സമയത്തും ഇവിടെ ആനയുടെ ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സമയം വൈകുന്നേരം 5 മണി ആവാറായതുകൊണ്ട് തന്നെ നമ്മൾ പുതുശ്ശേരി താവളത്തിലാട്ടോ ഒന്ന് നിൽക്കുന്നത്. നേരെ വിരി കാര്യങ്ങളൊക്കെ അവിടെ പോയി വെച്ചു ശേഷം ഞങ്ങൾ നേരെ പോയി കുളിച്ചു കേട്ടോ. ഇനി നേരെ ഇവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്ന് രാത്രി ഉറങ്ങുകയാണ്. ഇനി അത് രാവിലെ എണീക്കണം, അത് രാവിലെ പോയി എണീറ്റ് കുളിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ എണീറ്റ സമയത്തിലൊരു കാഴ്ചയായിട്ട് ഈ കാണുന്നത്. ഇനി നേരെ ഞങ്ങൾ ചെന്നിട്ട് ഭക്ഷണം കാര്യങ്ങളും കഴിക്കണം. ഒപ്പം തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വൃത്തിയായി പാക്ക് ചെയ്ത്, കാരണം ഞങ്ങൾ എവിടെ വന്ന് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇനി അടുത്ത വർഷം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വരണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. ഒരു ബന്ധങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവമാണ്. ഇനി ഞങ്ങൾ ആരതി ഒഴിഞ്ഞുകൊണ്ട് നിലവിൽ നമ്മുടെ കയ്യിലെ പാസ് ഉണ്ടല്ലോ, അതിൽ പുതുശ്ശേരി താവളത്തിന്റെ ഒരു സീല് പതിപ്പിച്ചാൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സീലും പതിപ്പിച്ച് ഇനി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണേ.